യെസ്, രഞ്ജിത്ത് കാർത്തികൻ, ഡോക്ടർ ജി വി ഹരി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതിനുള്ള മറുപടി, കാരണം കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ആൻസേഴ്സ് എനിക്ക് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ടാക്സേഷൻ്റെ കാര്യത്തിൽ ഒരു ആൻസർ എനിക്കൊരു പക്ഷേ പറയാൻ നോക്കും. അതിൻ്റെ റീസൺസ് ഞാൻ ഒന്ന് മെയിനായിട്ട് പറഞ്ഞ് ഈ സാധാരണക്കാർക്ക് എന്ത് കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം. ഈ സാധാരണക്കാരെന്ന് പറയുന്നത് ആരാണെന്നും കൂടി ഡിഫൈൻ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരാണ്ട് 7 കോടി 6 കോടി 66 ലക്ഷം പേരൊക്കെയാണ് ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഏതാണ്ട് 3 ലക്ഷം പേരോ മറ്റോ ആണ്, 3 കോടി ആളുകളോ മറ്റോ ആണ് ഇതിൻ്റെ ടാക്സ് റെമിറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ പറയുന്നുണ്ട് ഏതാണ്ട് 17,500 രൂപ വെച്ച് 4 കോടി ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമെന്നും, ഈ 4 കോടി ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് 17,500 രൂപയുടെ വരെ ബെനിഫിറ്റ് ഉണ്ടാകാം. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 29,000 crores ആണ് ഡയറക്റ്റ് ടാക്സസിൽ നിന്ന് നമുക്ക് ഒരു വരവ് കുറയുന്നത്. അപ്പോൾ എന്താ ആവശ്യം? ഈ 4 കോടി ആളുകളുടെ ഒരു ക്ഷേമമാണോ ഇന്ന് നമ്മൾ ഈ പറയുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി? ഇപ്പം അനിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടാവാം, ഞാനുണ്ടാവാം, ശ്രീ ഹരി ടാക്സ് അടയ്ക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ മാത്രമായിട്ടുള്ളൊരു ഇതാണ്. ഇതിനപ്പുറമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹങ്കറിൻ്റെ ഇൻഡെക്സിൽ വന്നിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കണ്ടേ? നമ്മൾ അവരെ അല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചറിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾക്കല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്? അപ്പോൾ ടാക്സേഷൻ്റെ ഒരു റെലവൻസ് ഈ ആളുകൾക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ഒരു നെറേറ്റീവ് ശരിയല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ആ ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അത് നേരത്തെ പറയുണ്ടായി. അതായത് എനിക്കറിയാം എന്ത് കിട്ടി. അപ്പോൾ നാച്ചുറലി ഈ ടാക്സ് നെറ്റ് വൈഡൻ ചെയ്യാതെ ആളുകൾ കൂടുതൽ മുന്നോട്ട് വരാതെ ഈ ലിമിറ്റ് കൂട്ടി വരുമ്പോഴത്തേക്ക് നേരത്തെ പറയുന്നത് പോലെ ഒരു താഴെക്കിടയിൽ നിന്നുള്ളൊരു ഒരു ആളുകളുടെ ഈ കാനൻസ് ഓഫ് ടാക്സേഷൻ അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാവരും പ്രതീക്ഷ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഈ പറയുന്ന മീഡിയയിലും മറ്റും ഇരുന്ന് സംസാരിക്കുന്ന ആളുകൾ ഈ ടാക്സിൻ്റെ ബെനിഫിഷ്യറീസോ അല്ലെങ്കിൽ ആ ടാക്സ് ആഗ്രഹിക്കുന്നവരോ ആണ്. അല്ലാതെ ഈ പറയുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഈ 140 പരം കോടി ആളുകളിൽ ഒരു 4 കോടി മാത്രം ആളുകളെ ബാധിക്കുന്ന ഒരു ചെറിയ കാര്യം മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്ന ആൾ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതേസമയം കോർപ്പറേറ്റുകളെ സഹായിക്കുന്നത് അല്ല, കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്ന് പറയുന്നത് ഇന്ന് ഇവിടുത്തെ ജോബ് ക്രിയേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് നേരത്തെ ശ്രീ ധൻരാജ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഗവൺമെൻറ്റിന് മാത്രമല്ല ജോബ് ക്രിയേഷൻ പറ്റുന്നത്. ഈ ജോബ് ക്രിയേഷൻ അത് മാത്രമല്ല, ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പം ഈ ഒരു സ്യൂഡോ സോഷ്യലിസ്റ്റിക് അപ്രോച്ച് അല്ല അവർ പറഞ്ഞത്. ഗവൺമെൻറ് ഇസ് ടു ഗവൺ. അവരുടെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്ന് പറഞ്ഞ് കയറിയ ഒരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ അവരുടെ ഇതിൽ ഡെഫിനറ്റായിട്ടും പ്രൈവറ്റ് സെക്ടറിനെ പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ഇത് തന്നെയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ പോലും ഇന്ന് നമുക്ക് ഒരു മാർക്സിസ്റ്റ് സർക്കാരിൽ പോലും ഇന്ന് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവരുന്നതിനെ പറ്റി വളരെ ശക്തമായി പറയുന്നു. അപ്പോൾ അത് ഒരു തെറ്റാണെന്നല്ല, അതാണ് ഇന്നത്തെ ലോകം. ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ പല എക്സ്പെരിമെൻ്റ് ചെയ്തെങ്കിലും ഇതൊന്നും സക്സീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ലാസ്റ്റ് 10 years ആണ് നമ്മുടെ ഫ്രജൈൽ 5 ആക്കിയ 10 വർഷത്തെ ആ ഒരു കറപ്റ്റ് റെജീമിൽ നിന്ന് മാറി ഒരു ക്ലീനിങ് അപ്പ് ഓഫ് ഒരു എക്കോണമി വന്ന് അതിൻ്റെ ടാക്സേഷനിൽ കിട്ടുന്ന കളക്ഷൻ വളരെ ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് ടാക്സിൻ്റെ പല കാര്യങ്ങളിലും ഇന്ന് ടാക്സ് ടെററിസം എന്ന് പറയുന്നത് ശ്രീ ചിദംബരം ഇന്നത്തെ ഈ ടാക്സിൽ പല ഈ പറയുന്ന ടാക്സും ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ചിദംബരം. അപ്പോൾ അവിടെ നിന്ന് ഒരു മോഡറേറ്റ് ചെയ്ത്
അതിൻ്റെ അസസ്മെൻറ്റ്സ്, ഫേസ്ലെസ് അസസ്മെൻറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കൂടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊണ്ടുവന്ന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന എക്കോണമിക്ക് കിട്ടുന്ന ഒരു ബെനഫിറ്റ് ഒരു നോൺ കറപ്റ്റ് മാനറിൽ മുന്നോട്ട് കൊണ്ടുപോയി എക്കോണമിയുടെ ഗ്രോത്ത് കൊണ്ട് തന്നെ ഒരു എല്ലാവർക്കും ഒരു ബെനഫിറ്റ്, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പുഷാണ് ഈ പറയുന്ന കഴിഞ്ഞ 5-6 വർഷമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു NDA ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടോ പൊളിറ്റിക്സ് ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ബട്ട് ഇതിൻ്റെ ഈ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഇൻ ഇറ്റ്സ് ഈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വളർച്ച നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു കണ്ണൂടെ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ ശ്രീ ഹരിക്ക് പോലും ഒരു പക്ഷെ അംഗീകരിക്കേണ്ടി വരും ഫ്രജൈൽ ഫയലിൽ നിന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമിയിലേക്കുള്ള ആ ഒരു യാത്ര വളരെ വളരെ ശക്തമായിരുന്നു. അതിനകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% നമ്മൾ ചെയ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് വിശ്വസിക്കുകയില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പല ടാക്സേഷൻ്റെ കാര്യത്തിലുള്ള ഒരുപാട് സ്ക്യൂഡായിട്ടുള്ള നിയമങ്ങളുണ്ടായിട്ടുണ്ട്. GSTയുടെ റാഷണലൈസേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പറയുന്ന പല മൾട്ടിപ്പിൾ റേറ്റ്സ് ഉണ്ടായിട്ടുള്ളതിൻ്റെ GST ഉണ്ടായിട്ടുണ്ട്. പെട്രോൾ ഡീസൽ പ്രൈസസ് കുറച്ചു കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പറയുന്ന ഒരു 100% വെള്ളിക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ പെട്രോളും ഡീസൽ അത് കാരണം അതിനൊരു റീസണും കൂടെ ഉണ്ട്. നമ്മളൊരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വളരെ ബോൾഡായിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തൊരു നേഷനാണ്. അല്ലാതെ ഇറാനിൽ നിന്ന് വാങ്ങിക്കരുതെന്ന് പറയുമ്പോൾ മുട്ടിടിച്ച് വാങ്ങിക്കാതിരുന്നൊരു നേഷൻ അല്ല. ഇന്ന് നമ്മുടെ ഒരു സ്റ്റേച്ചർ ഇൻ്റർനാഷണലി വളരെ ഹൈ ആണ്. മാത്രമല്ല ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ എക്സ്പോർട്ട് ഏർണിങ്സ് എന്ന് പറയുന്നത് കൂടുതൽ വന്നിട്ടുള്ളത് ഈ റിഫൈൻഡ് പെട്രോളും ഡീസലും വിറ്റിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡെഫിനറ്റായിട്ടും ഒരു മോഡറേഷൻ ഇൻ ദ പ്രൈസിങ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് ടാക്സിലുള്ളൊരു വ്യത്യാസമല്ല സാധാരണക്കാരന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. ഈ സാധാരണക്കാരന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സിൽ, കാരണം എക്രോസ് ബോർഡ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് GST വരുന്നത് GST കൗൺസിലാണ്. സെൻട്രൽ സ്റ്റേറ്റ് അവരെ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിലൊരു നഡ്ജ് ഡെഫിനറ്റായിട്ടും ഈ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പെട്രോൾ ഡീസൽ പ്രൈസസ്, കാരണം നമ്മൾ ഒരുപാട് ഡിസ്കൗണ്ടിൽ വാങ്ങിച്ചൊരു ഇതാണ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് നമുക്ക് അതിനൊരു ക്ലെയിമുണ്ട്. ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഒരു ക്ലെയിമുണ്ട്. ഇതിൻ്റെ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഇത് ഒരു ഫോസിൽ ഫ്യൂൽ, നമ്മൾ നെറ്റ് സീറോയിലേക്ക് പോകുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ കാർബൺ ഇതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും മറ്റുമൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിലോട്ട് എത്തിപ്പെടണമെങ്കിൽ നാച്ചുറലി ഇതിൻ്റെ ഉപഭോഗം കുറയ്ക്കണം. അതുകൊണ്ട് ഇ വി വെഹിക്കിൾസിൻ്റെ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മറ്റുമൊക്കെ ഒരു കൂട്ടുവാൻ വേണ്ടി കൂടെ ഒരു ഹയർ ലെവലിൽ വച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും വളരെയധികം യൂട്ടിലൈസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ സെക്ടറിലാണെങ്കിലും നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിലും ഒക്കെ ഒരു ഫോസിൽ ഫ്യൂവലിൻ്റെ ഈ പെട്രോൾ ഡീസൽ ഉപഭോഗം വളരെ ഹൈ ആണെന്നും അതിൻ്റെ പ്രൈസിങ്ങിൽ ഒരു മോഡറേഷൻ കൺസിഡർ ചെയ്യണമെന്നുള്ള ശക്തമായ ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന വരും കാലങ്ങളിൽ അതെന്ത് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഒരു പോളിസി ഇൻ്റർവെൻഷൻ എന്താവും എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്ന കാര്യം.